പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചേരിപ്പള്ളിയുടെ മുന്നിലാണ്. ഇന്നലെ രാത്രി 10:30 ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്. ഒരു ഫോർച്യൂണർ വണ്ടിയാണ് കൈതപ്പാടത്തിങ്ങനെ ഇങ്ങോട്ട് വന്ന വഴിക്ക് വളവിന്റെ അവിടെ നിന്ന് നേരെ വന്ന് മതിലിനട്ടിടിച്ച് മറിയായിരുന്നു. വണ്ടിക്കകത്ത് 4 പേരുണ്ടായിരുന്നത്. അവരെ പള്ളിയിലെ ക്രിസ്റ്റി എല്ലാവരെല്ലാം കൂടെ വിളിച്ച് ആംബുലൻസ് ഒക്കെ വിളിച്ച് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. പോലീസുകാരും എല്ലാം വന്നായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതെപ്പം സംഭവിച്ചത്? രാത്രില്ലേ? എങ്ങനെ എന്നെ പറ്റി ഉറങ്ങിപ്പോ? വെള്ളം കാണുവാടി പിള്ളേർ സെറ്റാണ്. ആണോ? എവിടുത്തേരാണ്? ആണല്ലേ? പരിക്കുണ്ടോ എല്ലാവർക്കും? പ്രശ്നമാണ്. പള്ളിയിലെ ആളുണ്ടായിരുന്നു. പുള്ളി വീട്ടെടുത്തിട്ട് അവിടെ പനയുടെ അവിടെ വരെ ചെന്നുള്ളതാണ്. അത് ശരിയാണ്. അല്ല, ഈ വണ്ടി എവിടെ നിന്ന് വന്നാ? അവിടുന്ന് ഇങ്ങനെ വന്നാ അല്ലേ? ഇടിച്ചു. ഇത് ഇവിടെ ഇടിച്ച് മറിയായിരുന്നു അല്ലേ? വെളിവണ്ടിയല്ലേ? തല എല്ലാം ഇടിച്ചിട്ടുണ്ടല്ലോ, പൊട്ടിയിട്ടുണ്ട്. തല പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തല ഈ ഗ്ലാസ്സിൽ ഇടിച്ചിട്ടേ ഇവിടെ ബ്ലഡ് കിടക്കുന്നുണ്ട് വണ്ടിക്കകത്ത്. എന്നാ പവറിലായിരിക്കും രണ്ട് കല്ല ചവിട്ടിയിട്ട് നിന്നില്ലേ? ഈ വണ്ടി ആയതുകൊണ്ടാ രക്ഷപ്പെട്ടത്. അതെ, ഇത്ര വണ്ടി സ്ട്രോങ് അല്ലേ? നല്ല എയർ ബാഗ് എല്ലാം പൊട്ടിയില്ല. ഈ വണ്ടി ആയതുകൊണ്ടല്ലേ ചത്തുപോകണ്ട. രാത്രി 10:30 നടന്ന അപകടമാണ്. വണ്ടിക്കകത്ത് 4 പേരുണ്ടായിരുന്നു. തോട്ടക്കാട്ട് സ്വദേശികളാണ്. വണ്ടി ജാർഖണ്ഡ് രജിസ്ട്രേഷനാണ്. ഈ പള്ളിയുടെ മതിലിൽ ഇടിച്ച് ഫോർച്യൂണർ മറിയായിരുന്നു. നല്ല ആക്സിഡന്റ് തന്നെയാണ്. വണ്ടി ഫോർച്യൂണർ ആയതുകൊണ്ടാണ്, ഇത്രയും വണ്ടി സ്ട്രോങ് ആയതുകൊണ്ടാണ് ആർക്കും വലിയ കാര്യമായിട്ടുള്ള ഒരാടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. തല പൊട്ടിയതായിട്ട് കാണുന്നുണ്ട്. കാരണം ഫ്രണ്ട് ഗ്ലാസ് അടിച്ചതിന് ബ്ലഡ് ഒക്കെ കിടക്കുന്നുണ്ട്. ബാക്കി വിശദ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഈ പള്ളിയുടെ ആ പരിസരത്ത് ഈ വളവിൻ്റെ അവിടെ ഇവിടെ വലിയ 2 കൊടും വളവാണ്. SPTയുടെ അവിടെയും പള്ളിയുടെ ഫ്രണ്ടുമായിട്ട് നല്ല വളവാണ്. അപ്പം ഒന്നാമതെ വഴി നല്ലതായതുകൊണ്ട് വാഹനങ്ങളെല്ലാം അമിത സ്പീഡിലാണ് വരുന്നത്.
വണ്ടി അമിത സ്പീഡ് തന്നെയായിരുന്നു. കാരണം നമുക്ക് കാണാൻ തന്നെ ഇവിടെ വണ്ടിയുടെ പാർട്സ് ഒക്കെ ഇളകി കിടക്കുന്നിടത്ത് ഈ ഇടിച്ച മതിലിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് മാറിയത് ഒരു കരിങ്കല്ല് കഷ്ണം കിടക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഈ കല്ല് വരെ ഇടിച്ച് ഇവിടെ തെറിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറ് ഹെഡ്ലൈറ്റ് ഈ കല്ല് കിടക്കുന്നുണ്ട്. ഇത് അവിടുത്തെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിടത്തെ കല്ല്. ആ കല്ല് വരെ ഇവിടെ തെറിച്ച് വരണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സ്പീഡിലാണ് വന്നിരിക്കുന്നത്. ഈ നരിമറ്റംകവലയൊക്കെ വാഹനങ്ങളൊക്കെ അമിത സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ സ്പീഡ് കുറയ്ക്കാനുള്ള നടപടി എന്തെങ്കിലും അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. രാത്രി 10:30 നടന്ന അപകടമായതുകൊണ്ട് ഉറങ്ങിപ്പോകാൻ സാധ്യത കുറവാണ്. ഒന്നെങ്കിൽ മദ്യലഹരിയിലായിരിക്കണം, അല്ലെങ്കിൽ വണ്ടിയുടെ അമിത വേഗം, അല്ലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. നാട്ടുകാർ എല്ലാവർക്കും ഒരു സംശയം ഇതുകൊണ്ടാണ്.